എല്ലാവർക്കും റിയാക്ട് ട്യൂട്ടോറിയൽ പാർട്ട് 13ലേക്ക് സ്വാഗതം. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള ഡാറ്റ എങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരാം. സോ അതിനെയാണ് നമ്മൾ ഫെച്ച് ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു, നമ്മൾ യൂസ് ഇഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യാൻ സാധിക്കും. യൂസ് ഇഫക്റ്റ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ യൂസ് ഇഫക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കമ്പോണൻറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ നമുക്ക് ഫെച്ച് ചെയ്യാൻ സാധിക്കും. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു API ഡാറ്റയാണ്. API എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്നാണ്. സോ API ഉപയോഗിച്ച് നമുക്ക് രണ്ട് വ്യത്യസ്തമായ ആപ്ലിക്കേഷനെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് കരുതുക. ആപ്പ് 1 ഇത് ഒരു എക്സ്റ്റേണൽ ആപ്പാണെന്ന് കരുതുക. ഓക്കെ, സോ മറ്റൊന്ന് ആപ്പ് 2 നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പാണെന്ന് കരുതുക. സോ നമ്മൾ ആപ്പ് 1 ഉദാഹരണമായ ഒരു വെതർ വെബ്സൈറ്റ് ആണെന്ന് കരുതുക. സോ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ വെബ്സൈറ്റിൽ നമുക്കൊരു വെബ്സൈറ്റിൽ ഹോം പേജിൽ ഒരു സൈഡിൽ നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ 3 നഗരങ്ങളിലെ ടെമ്പറേച്ചർ ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് കരുതുക. സോ നമ്മളത് സ്വന്തമായി സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പ്രത്യേകം സെൻസർ വെക്കേണ്ടി വരും. സോ അതിൻ്റെ ഡാറ്റ എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. അതിന് പകരമായി ഈ കാര്യങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട്. സോ അവരിൽ നിന്ന് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന API നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറി സൈൻ ഇൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ API ഉപയോഗിക്കാൻ സാധിക്കും. മിക്കവാറും അത് പെയ്ഡ് API ആയിരിക്കും. ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന APIയും ഉണ്ട്. സോ ആ API ഉപയോഗിക്കുകയാണെങ്കിൽ അവർ തരുന്ന ആ ഡാറ്റ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കാൻ സാധിക്കും. സോ നമുക്ക് പ്രത്യേകമായി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റിലും അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ ഇതാണ് APIക്കുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇതുപോലെയുള്ള ഒരു സംഭവമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ മറ്റൊരു വെബ്സൈറ്റിൽ ഒരു ഡാറ്റ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. സോ നമുക്കതെങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. സോ അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഒരു H1 എലമെൻറ്റ് കൊടുക്കാം. സോ നമ്മൾ ഫെച്ച് API ഡാറ്റ എന്ന് കൊടുക്കാം. സേവ് ചെയ്യാം. നമ്മുടെ ബ്രൗസറിൽ നമുക്ക് ഫെച്ച് API ഡാറ്റ എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത്, നമുക്കൊരു API വേണം. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പെയ്ഡ് APIയും ഉണ്ട്. സോ നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന APIയും ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള APIയും ഉണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫ്രീ ആയിട്ടുള്ള API ആണ്. സോ നമ്മൾ പെയ്ഡ് API ആണെങ്കിലും നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കുന്ന API ആണെങ്കിലും നമുക്കൊരു API കീ ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ആ API കീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു API ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മളിവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഓതൻറ്റിക്കേഷൻ ഒന്നും ആവശ്യമില്ലാത്തൊരു API ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. നമ്മളിവിടെ JSON പ്ലേസ് ഹോൾഡർ എന്ന് കൊടുക്കുക. JSON പ്ലേസ് ഹോൾഡർ ഇത് ഒരു വെബ്സൈറ്റാണ്. ഫ്രീ API പ്രൊവൈഡ് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്. നമ്മൾ ഡെവലപ്പേഴ്സിന് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ടെസ്റ്റിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള API ആണ് ഈ JSON പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഉള്ളത്. സോ നമ്മൾ ഇതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ ഇത് നമ്മളിവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന APIs എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ പോസ്റ്റ്, അതുപോലെ കമൻറ്റ്സ്, ആൽബം, ഫോട്ടോസ്, ടു ഡൂസ്, യൂസേഴ്സ് തുടങ്ങിയവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ പോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു API ആണ് സെലക്ട് ചെയ്യുന്നത്. സോ API ബേസിക്കലി ഒരു URL ആയിരിക്കും. ആ URL നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഡാറ്റ ഉണ്ടായിരിക്കും, JSON ഫോർമാറ്റിലുള്ള ഡാറ്റ ഉണ്ടായിരിക്കും. സോ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഇൻ ന്യൂ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഈ രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഇതിലുണ്ടായിരിക്കും യൂസർ ID ഉണ്ടായിരിക്കും, അതുപോലെ ID ഉണ്ടായിരിക്കും, ടൈറ്റിൽ ഉണ്ടായിരിക്കും, ബോഡി ഉണ്ടായിരിക്കും. പോസ്റ്റിൻ്റെ ടൈറ്റിൽ ഉണ്ടായിരിക്കും, ബോഡി ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഡാറ്റ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ടൈറ്റിലും അതുപോലെ ബോഡിയും ആ കണ്ടൻറ്റും നമ്മുടെ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ആ APIൻ്റെ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഈ ഡാറ്റ ഫെച്ച് ചെയ്യുന്നതിൽ നമുക്ക് ഫെച്ച് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. സോ നമ്മൾ മുകളിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു മെത്തേഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ഫെച്ച് API അല്ലെങ്കിൽ ഫെച്ച് മെത്തേഡ് JavaScript എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മെത്തേഡ് കാണാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് ഇത് കോപ്പി ചെയ്ത് നമ്മൾ VS കോഡിൽ വരുന്നു. VS കോഡിൽ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ആപ്പിൽ വന്ന ശേഷം അതിവിടെ തൽക്കാലം പേസ്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഇനി വേണ്ടത്, നമ്മൾ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ പോസ്റ്റ് അതുപോലെ സെറ്റ് പോസ്റ്റ് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ്. നമ്മൾ ബ്രാക്കറ്റിൽ നമ്മളൊരു empty അറേ നമ്മൾ ഇനീഷ്യൽ വാല്യൂ ആയി കൊടുക്കുന്നു. സോ ഈ സമയത്ത് ഇവിടെ യൂസ് സ്റ്റേറ്റ് ഇവിടെ ഓട്ടോ ഇമ്പോർട്ട് ആയിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അത് ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്. സോ അതുപോലെ നമ്മൾ ഇനി യൂസ് ഇഫക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, യൂസ് ഇഫക്റ്റിനുള്ളിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ച സംഭവമാണ്. സോ നമ്മളിതുപോലെ ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു.
ഈ ആരോ ഫംഗ്ഷനുള്ളിലോട്ട് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന ഈ ഒരു ഫെച്ച് മെത്തേഡ് മുഴുവനും കട്ട് ചെയ്ത് നമ്മൾ ഇതിനുള്ളിൽ പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് പേജ് ലോഡ് ആവുന്ന സമയത്ത് മാത്രം ഇത് റൺ ചെയ്താൽ മതി. സോ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നു, ഒരു empty array ഇതുപോലെ ഡിപ്പെൻഡൻസി ലിസ്റ്റ് empty array കൊടുക്കുന്നു. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജ് ലോഡ് ആവുന്ന സമയത്ത് മാത്രമേ ഇത് റൺ ആവുകയുള്ളൂ. പക്ഷെ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ വരിക. സോ നമ്മുടെ JSON പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വരിക. നമ്മളിവിടെ ഈ API ഓപ്പൺ ചെയ്തിരുന്നു, പോസ്റ്റ് എന്ന് പറയുന്ന API ഓപ്പൺ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഇവിടുന്ന് നമ്മൾ കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്ത ശേഷം നമ്മളിപ്പോൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന മെത്തേഡിനുള്ളിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. സോ തൽക്കാലം ആ ലിങ്ക് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ലിങ്ക് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പോസ്റ്റ് എന്ന് പറയുന്ന ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇതാണ് ഇതിലെ ഡാറ്റയാണ് നമ്മൾ ഈ കാണുന്ന ഡാറ്റയാണ് ബേസിക്കലി, ഈ ഒരു അറേയാണ് ബേസിക്കലി നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരുന്നത്. സോ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതെന്ന് പറയുന്ന ഒരു 100 പോസ്റ്റാണ്. സോ നമ്മളിവിടെ കണ്ടിരുന്നു 100 പോസ്റ്റ് എന്ന്. ഓക്കെ, 100 പോസ്റ്റ്. ഇതിൽ ടൈറ്റിലും ബോഡിയും അതുപോലെ ഐഡിയും ഈ 4 ഫീൽഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ യൂസർ ഐഡിയും ഉണ്ടായിരിക്കും. നമ്മളതിൽ ടൈറ്റിലും ബോഡിയുമാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ JSON പകരമായി നമ്മളിവിടെ പോസ്റ്റ് എന്നത് തന്നെ കൊടുക്കാം. സോ console.json ബേസിക്കലി ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലായിരിക്കും നമ്മുടെ ഇപ്പോഴുള്ള ആ ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇൻസ്പെക്റ്റിൽ നമ്മളിവിടെ കൺസോൾ എന്നുണ്ടായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺസോൾ എന്ന് കാണാൻ സാധിക്കും. അതിൽ വരിക. അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അറേ 100 എന്ന് കാണാൻ സാധിക്കും. സോ നമ്മൾ 100 ഒബ്ജക്റ്റ് ഓൾറെഡി നമ്മൾ ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ കണ്ടിരുന്ന ആ ഒരു ഓരോ പോസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും 100 പോസ്റ്റും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ബോഡി, ID, ടൈറ്റിൽ, യൂസർ ID. സോ ഈ രീതിയിൽ 100 പോസ്റ്റ് നമ്മളിവിടെ കൊണ്ടുവന്നു. ഇനി നമുക്കിതിനെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് കൊണ്ടുവരണം. സോ നമ്മുടെ ഡാറ്റ ഫെച്ചിങ് സക്സസ്ഫുൾ ആണ്. സോ നമുക്കിതിനെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് കൊണ്ടുവരണം. സോ നമ്മൾ ചെയ്യേണ്ടത് സെറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് നമുക്കിവിടെ കോൾ ചെയ്യാം. സോ ഈ console.logന് പകരമായി നമ്മളിവിടെ സെറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡിനുള്ളിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. സേവ് ചെയ്യാം. സോ ഇനി നമുക്ക് ഇത് നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരുന്നതിന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, നമുക്ക് മാപ്പ് മെത്തേഡ് ഉപയോഗിക്കാം. സോ നമ്മളിവിടെ പോസ്റ്റ് ഡോട്ട് മാപ്പ് ഇതിനെ പോസ്റ്റ് എന്ന് തന്നെ കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മൾ താഴെ വന്നതിന് ശേഷം H1ൽ നമ്മൾ കൊടുക്കുന്നത് പോസ്റ്റിൻ്റെ ടൈറ്റിൽ ആയിരിക്കും. ഓക്കെ, പോസ്റ്റ് ഡോട്ട് ടൈറ്റിൽ. സോ നമുക്ക് സേവ് ചെയ്ത് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയി നോക്കാം. സോ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു 100 പോസ്റ്റിൻ്റെ ടൈറ്റിൽ ഇതുപോലെ 100 എണ്ണം ഇതുപോലെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, 100 ടൈറ്റിൽ ഇതുപോലെ ലഭിച്ചിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ഫെച്ച് APIക്ക് നമുക്കൊരു കളർ കൊടുക്കാം. സോ നമുക്ക് ക്ലാസ് നെയിം BG പ്രൈമറി സേവ് ചെയ്യാം. BG പ്രൈമറി അതുപോലെ ടെക്സ്റ്റ് വൈറ്റ് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും ഫെച്ച് API ഡാറ്റ. സോ നമ്മുടെ ഹെഡിങ് നമുക്ക് വേറൊരു സ്റ്റൈലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ആ ഡാറ്റ മുഴുവൻ നമുക്കിതുപോലെ ഇവിടെ കാണാൻ സാധിക്കും. 100 പോസ്റ്റ് ടൈറ്റിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സോ നമുക്ക് 100ൻ്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒരു 10 എണ്ണം മതിയെങ്കിൽ. സോ നമ്മളിവിടെ പോസ്റ്റ് ഡോട്ട് സ്പ്ലൈസ് നമ്മൾ തൽക്കാലം 10 എണ്ണം കൊടുക്കുന്നു. സ്പ്ലൈസ് എന്ന് പറയുന്ന മെത്തേഡ് ഒരു അറേ മെത്തേഡാണ്. നമ്മൾ 0,10 എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 10 പോസ്റ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമ്മൾ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 10 പോസ്റ്റ് നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ 10 പോസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ടൈറ്റിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് ടൈറ്റിൽ മാത്രം ലഭിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പോസ്റ്റിൻ്റെ ബോഡി കൂടി കൊടുക്കാം. സോ പോസ്റ്റ് ഡോട്ട് ടൈറ്റിൽ, നെക്സ്റ്റ് നമുക്ക് പോസ്റ്റ് ഡോട്ട് ബോഡി കൊടുക്കാം. ഓക്കെ, ബോഡി നമ്മൾ കൊടുക്കുന്നത് താഴെ വന്നതിന് ശേഷം P എലമെൻറ്റിൽ പാരഗ്രാഫ് എലമെൻറ്റ്. സോ ഇതിൽ നമ്മൾ പോസ്റ്റ് ഡോട്ട് ബോഡി ഇതൊരു എറർ വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, സോ നമ്മൾ ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എല്ലാം ഒരു div എലമെൻറ്റിൻ്റെ ഉള്ളിലോട്ട് മാറ്റേണ്ടതുണ്ട്. സോ അതുകൊണ്ടാണ് നമുക്കവിടെ ഒരു എറർ വരുന്നത്. സോ നമ്മൾ ഒരു div എലമെൻറ്റ് ഉള്ളിലോട്ട് ഇതിനെ എല്ലാം മാറ്റുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എറർ നമുക്ക് പോയി കിട്ടുന്നതായിരിക്കും.
inflammatory prettier. സോ ആ ഒരു എറർ നമുക്ക് പോയി കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ സേവ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ടൈറ്റിലും അതുപോലെ ആ ഒരു പോസ്റ്റിൻ്റെ കണ്ടൻറ്റ് നമുക്കിതുപോലെ ലഭിക്കും. ഇതേ ഒരു കണ്ടൻറ്റാണ്. ഉദാഹരണമായി നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ബോഡി എന്ന് പറയുന്നത് ഈ ഒരു കണ്ടൻറ്റാണ്. ഓക്കെ, സോ ആ ഒരു കണ്ടൻറ്റ് നമുക്കിവിടെ സെയിം കണ്ടൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സെയിം കണ്ടൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ API ഡാറ്റ നമുക്ക് ഫെച്ച് ചെയ്യാം. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് വേണമെങ്കിൽ ഇതിന് കുറച്ച് കളേഴ്സും മറ്റു കാര്യങ്ങളും കൊടുക്കാം. സോ നമ്മൾ H1 ഇവിടെ വന്നതിന് ശേഷം, സോ നമുക്ക് H1 വന്ന ശേഷം നമുക്ക് ക്ലാസ് നെയിം, സോ നമുക്കൊരു ടെക്സ്റ്റ് ഇൻഫോ കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റിൽ പോയതിന് ശേഷം നമ്മൾ കൺസോളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്, കീ എന്ന് പറയുന്ന എറർ. സോ ഈ കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, കീ എന്ന് പറയുന്ന സംഭവം. നമുക്ക് ആ ഒരു കീ ഇവിടെ നമ്മുടെ ഡെവലപ്മെൻറ്റിന് കൊടുത്താൽ മതി. സോ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം കീ എന്ന് പറയുന്ന ആ ഒരു ആട്രിബ്യൂട്ട് കൂടി കൊടുക്കുന്നു. കീ നമ്മൾ post.id, ഓൾറെഡി നമ്മുടെ ഈ ഒരു പോസ്റ്റിന് ID ഉണ്ടായിരിക്കും, ID1, ID2. ഓക്കെ, യൂണീക്ക് ആയിട്ടുള്ള ഒരു ID ഉണ്ട്. നമ്മൾ post.id എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കൺസോളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എറർ ഒന്നും കാണിക്കുന്നില്ല. സോ ഇനി നമുക്ക് കൂടുതൽ സ്റ്റൈൽസ് ചെയ്യണമെങ്കിൽ നമുക്കിതിൽ CSS അപ്ലൈ ചെയ്യാം. തൽക്കാലം നമ്മളൊരു സ്റ്റൈൽ കൂടി ഇതിൽ കൊടുക്കാം. ഒരു ക്ലാസ് നെയിം നമ്മളൊരു BG ഡാർക്ക് കൊടുക്കാം. BG ഡാർക്ക് കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഇതുപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നമുക്ക് P എലമെൻറ്റിന് നമുക്കൊരു വൈറ്റ് കൊടുക്കാം. ക്ലാസ് നെയിം ടെക്സ്റ്റ് വൈറ്റ്. സോ നമുക്ക് വേണ്ട രീതിയിൽ നമുക്കത് സ്റ്റൈൽ ചെയ്യാം. തൽക്കാലം ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റൈൽ ചെയ്യുന്നതെന്നുള്ളൂ. സോ സേവ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മുടെ ഹെഡിങ്ങും പോസ്റ്റും അതിൻ്റെ ടൈറ്റിലും അതിൻ്റെ ബോഡിയും നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ 10 മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമുക്കിവിടെ 10 ലഭിക്കുന്നത്. നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലൈസ് മെത്തേഡ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 100 പോസ്റ്റ് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ വന്നു കഴിഞ്ഞാൽ 100 പോസ്റ്റ് ഇതുപോലെ നമുക്ക് ടൈറ്റിലും അതിൻ്റെ ബോഡിയും നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഫെച്ച് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് ഒരു API ഡാറ്റ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ ഇത് യൂസ് ഇഫക്റ്റിനുള്ളിലാണ് കൊടുത്തത്. യൂസ് ഇഫക്റ്റിനുള്ളിൽ കൊടുത്ത് നമ്മൾ empty ഡിപ്പെൻഡൻസി ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രം ആ ഒരു ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.